ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ മൂന്നാർക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ ഓണത്തിന് വന്നപ്പോൾ തൊട്ടൊരു ടൂർ പ്ലാൻ ചെയ്തതെന്നാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെല്ലാവരായിട്ട് പോകാനായിട്ട്. പക്ഷേ അതിന് സമയമായത് ഇതേ ഇന്നാണ് കേട്ടോ. കാരണം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. തലേ ദിവസം പുലർച്ചെ പോയിട്ട് നൈറ്റ് വരാമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോവാത്ത രീതിയിലായി. പിന്നെ ഒരു ഇതിലങ്ങനെ പെട്ടെന്ന് പോവാമെന്നായി, അങ്ങനെ സ്റ്റേ ചെയ്യാമെന്നായി, അങ്ങനെ കുറേ കാര്യങ്ങളായി. അപ്പോൾ പിള്ളേരെയൊക്കെ എടുത്ത് കെട്ടി മൂന്നാർക്ക് പോവുകയാണ്. അപ്പോൾ ഈ പല വീഡിയോസിൽ നമ്മൾ മൂന്നാർ പോകുമ്പോൾ ഈ ഒരു പാലം കാണാറില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ വീഡിയോ അതത്ര ശരിയായില്ല കേട്ടോ. കളർ ചില നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കയ്യിൽ പിടിച്ചായിരുന്നു, കാരണം നമ്മളൊരു ഉച്ചയായി ഇറങ്ങിയപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ അന്നത്തേക്ക് വെക്കാനുള്ള ഫുഡൊക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ചേട്ടൻ ഈ വഴി ഒരു റോഡിൻ്റെ സൈഡിലോട്ട് പോയിട്ട് ഒരു ചെറിയ ഇടവഴി കയറിയിട്ടാട്ട് ഈ സ്ഥലം ഒരു ചെറിയ പുഴ അരുവി പോലെയൊക്കെ ആയിട്ടിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ വന്ന് കുളിക്കണൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. രണ്ട് പോട്ടും കുട്ടികളൊക്കെ ആ വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നനയെന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങനെ വെള്ളത്തിലോട്ട് അങ്ങനെ ഇറങ്ങിയില്ല. നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു കേട്ടോ. നമുക്ക് അടി വരെയും കാണാം. പാറൂനും അല്ലൂരാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചീയപ്പാറ വാട്ടർഫോൾസ് ആയിട്ട് നമ്മളവിടെ പോണ വഴി കയറിയില്ല, വന്ന വഴി കയറാമെന്ന് ചോദിച്ചത്. അവിടെ ഒരു ഐസ്ക്രീം കട ഉണ്ട് കേട്ടോ. നമ്മുടെ പാറു അവിടെ ഗ്ലാസ്സിൽ കൂടെ കൈ ഇട്ടിട്ട് ആ ഐസ്ക്രീം കടയിൽ നോക്കിയിട്ടാണ് കരയേണ്ടത്. പാവത്തിന് ഐസ്ക്രീം കിട്ടിയില്ല, വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, പാറിന് ഈ ഒരു ട്രിപ്പിൽ ഛർദിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഗോവ അഗുമ്പയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു ഛർദിയുടെ പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന സമയമായപ്പോൾ ഒരു 5 മണി ആ ഒരു സമയമായിട്ട് നല്ല കോടയുണ്ട് കേട്ടോ മൂന്നാർ. നമ്മളൊരു 11:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ടൊരു വീടാണ് നമ്മൾ നോക്കിയത്. മൗണ്ടീന വില്ല എന്ന് പറഞ്ഞൊരു വില്ലയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ താമസിച്ചത്. മൗണ്ടീന വില്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വില്ലയുടെ പേര് നമ്മുടെ ആനച്ചാൽ ചാത്തമുക്ക് ചിത്തിരപ്പുറം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇത് വരുന്നത്. ചാത്തമുക്ക് എന്നാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ലായിരുന്നു, അവർ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരേണ്ടി ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി വില്ലയാണ്. നല്ല ബെഡ്റൂം, 2 ബെഡ്റൂമും കിച്ചനൊക്കെ ഇട്ട് നമുക്ക് കിച്ചൺ കുക്കിങ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളങ്ങനെ. നമുക്കിപ്പോൾ ഒരു 6 പേര് നമ്മളുണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റേ നമുക്കിപ്പോൾ റൂം എടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ നമ്മളെ ഫാമിലി ഇട്ട് വരുമ്പോൾ അടിച്ച് പൊളിക്കാൻ ഇങ്ങനെ നമ്മൾ മാത്രമായിട്ടൊരു പ്രൈവസിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു വൈബാണ് അത്. പിന്നെ നമ്മുടെ ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ടൂറ് പോയ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഒരേ വൈബായിരുന്നു കേട്ടോ. എല്ലാവരും ഇപ്പോൾ അച്ഛനായാലും ചേട്ടനായാലും എല്ലാവരായാലും എന്നും തുറന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയൊക്കെ കിട്ടാന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വില്ലയുടെ ഓർഡർ. അപ്പോൾ പുറകിൽ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടക്കുന്നുണ്ട് അടിയിൽ. ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ പണി കഴിയായിരിക്കും. പിന്നെ അടിയിലും നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലാണ്ട്, താഴെ ഉണ്ടിട്ടൊന്നുമല്ല. നമുക്ക് ഫസ്റ്റ് മുകളിലത്തെ നിലയാണ് അവർ തന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹാളും ഡൈനിങ്ങും 2 ബെഡ്റൂമും നല്ല അടിപൊളി 2 ബാത്റൂമായിട്ട്. ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമായിട്ട്. അപ്പോൾ അതേ മൗണ്ടീന വില്ല. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും അതിനകത്തുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണിയും കൂടി നമുക്ക് അവർ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ രാത്രി വന്നിട്ട് ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇന്ന് വൈബ് അടിക്കാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ്. എന്തായാലും ഞങ്ങൾ ഇതുവരെ ട്രിപ്പ് പോയ മൂന്നാർ ട്രിപ്പ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ മൂന്നാർ പോയതല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാർ പോയിട്ടില്ലായിരുന്നു കേട്ടോ. പണ്ട് അച്ഛന് കാറുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും മൂന്നാറൊക്കെ പോകുമായിരുന്നു. അന്നൊക്കെ ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഞാനൊരു 7-8 ആ ഒരു സമയത്താണ് പഠിക്കുന്ന സമയത്തായി. നമുക്ക് അതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും മറ്റേത് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇതാണ്ട് അതിൻ്റെ ബാത്റൂമൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് മൂന്നാറെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടന്നിരുന്ന ആ ഒരു കാലം. അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ നമ്മൾ മൂന്നാർ വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, തണവ്. അങ്ങനെ നമ്മൾ കുക്കിംഗ് കാര്യത്തിലോട്ട് കടന്നിട്ട് അപ്പോൾ ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചിക്കൻ വെക്കാനും വറക്കാനും ആയിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ വിഷ്ണുവേട്ടനൊരു അൽക്കുക്കായതുകൊണ്ട് പിന്നെ വിഷ്ണുവേട്ടൻ ചടപടാന്നാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തു. സവാളയൊക്കെ ശവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ് അരിഞ്ഞ് തീർക്കും. നമ്മളൊന്നും മുട്ടൂല. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ കാര്യങ്ങളൊക്കെ തീർന്നത്. പിന്നെ നമ്മൾ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നൊക്കെയല്ലേ, അതും ടൂറ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈബ് വേണ്ട. പിന്നെ ഇവിടെ ചേച്ചി എന്താ കാണിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടി നോക്കി നിൽക്കാൻ കേട്ടോ പാറൂസും. അപ്പോൾ 2 പേരും അവർ തമ്മിലുള്ളൊരു കളി ഉണ്ടായിരുന്നു. അവർക്കൊന്നും തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കും തണുപ്പ് അങ്ങനെ തോന്നണുണ്ടായിരുന്നില്ല.
അമ്മയ്ക്ക് എല്ലാവർക്കൊക്കെ തണുപ്പ് തോന്നലുണ്ടായിരുന്നു, എനിക്കധികം തണുപ്പൊന്നും തോന്നലുണ്ടായിരുന്നില്ല. നമ്മൾ വന്ന സമയത്ത് കോട ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അന്ന് അല്ലുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളപ്പോൾ മൂന്നാർ വന്നിട്ട് അല്ലുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. കേക്ക് നമ്മൾ അവിടെ തന്നെ ഒരു ഷോപ്പിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യേണ്ടി ചെയ്തത്. അത് ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മുടെ നിയറായിട്ടുള്ള ഷോപ്പ് അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ചതാണ്. അവർ 8 മണിക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് 9 മണി കഴിഞ്ഞ് 9:30 ആയിട്ട് അവർ കേക്ക് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ചുമ്മാ പുറകിൽ ബാൽക്കണിയിൽ വന്നിരുന്നു എല്ലാവരുമായിട്ടൊരു വൈബൊക്കെ അടിച്ച് ഒരു ബിയറൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ടൂറൊക്കെ വരുമ്പോൾ ഒരു ബിയറൊക്കെ അടിച്ച് ഫാമിലിയായിട്ട് എന്തും തുറന്ന് പറയുക, സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, ആ ഒരു വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു ഫീലാണ്. ഇനിയും ടൂറ് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു ആ ഒരു എൻജോയ്മെൻറ്റ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എൻജോയ്മെൻറ്റാണ് കേട്ടോ. പിന്നെ അങ്ങനെ കേക്കൊക്കെ വന്ന് അല്ലുവിനെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. കേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു, ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി എൻ്റെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ അത് കേക്ക് മുറിക്കാൻ പോവുകയാണ്. അല്ലൂസിൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ മൂന്നാറാണ് കേട്ടോ ആഘോഷിക്കണത്. അതേപോലെ തന്നെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ ഇന്ന്. രണ്ടും ഒരേ ദിവസം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അല്ലൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നമ്മൾ മൂന്നാറിൽ വെച്ചിട്ട് ആഘോഷിക്കുകയാണ്. പാറുവിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ആൾക്ക് ധൃതിയാണ് കേട്ടോ കേക്ക് മുറിക്കാനായിട്ടുള്ള ധൃതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ രണ്ടാമത്തെ ദിവസം